നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 7:10. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടായിലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം സങ്കീർത്തനം 7:10. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. നിഷ്കളങ്ക ഹൃദയത്തോടെ ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവരെ ദൈവം നേരിട്ട് രക്ഷിക്കും. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും നിർമ്മലനോട് നിർമ്മലമായും അവിടുന്ന് പെരുമാറുന്നു എന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം ഇവിടെ കത്തായി വന്നിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. എൻ്റെ പേര് റീന ജോസ്, കളപ്പറമ്പത്ത് ഹൗസ്, എറണാകുളം. ഞാൻ ഇത് എഴുതുന്നത് ദോഹയിൽ നിന്നുമാണ്. 2011 ജൂൺ മാസം 26 മുതൽ സെഹിയോനിൽ വന്ന് ഞാൻ ഒരാഴ്ച താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു. എനിക്ക് അവിടെ നിന്ന് പോരുമ്പോൾ ഒരു കുപ്പി വെഞ്ചിരിച്ച എണ്ണ ലഭിച്ചിരുന്നു. ഞാൻ ഇവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു മുള്ള് എൻ്റെ തൊണ്ടയിൽ പോയി. ചോറിൻ്റെ ഉരുള വിഴുങ്ങി, പഴം തിന്നു, ചൂടുവെള്ളം കുടിച്ചു, എന്തൊക്കെ ചെയ്തിട്ടും മുള്ള് പുറത്ത് വന്നില്ല. അപ്പോഴാണ് ഈ വെഞ്ചിരിച്ച എണ്ണയുടെ കാര്യം ഓർമ്മ വന്നത്. ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് തൊണ്ടയിലേക്ക് എത്താവുന്ന അത്രയും ദൂരത്തിൽ ഞാൻ കൈ എത്തിച്ച് എണ്ണ പുരട്ടി. നിമിഷങ്ങൾക്കകം ഉള്ളിൽ കുടുങ്ങിയിരുന്ന മുള്ള് തനിയെ എൻ്റെ വായിലേക്ക് വന്നു. ആ മുള്ളിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. രാത്രി 7 മണിക്കാണ് മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയത്. 2-ാം ദിവസമാണ് ആ മുള്ള് പുറത്തേക്ക് വന്നത്. ഡോക്ടറെ അടുത്ത് പോയി മുള്ള് എടുപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ വെഞ്ചിരിച്ച എണ്ണ പുരട്ടുന്ന കാര്യം ഓർമ്മ വന്നതും പുരട്ടി അപ്പോൾ തന്നെ മുള്ള് പുറത്തേക്ക് വന്നതും. സന്തോഷത്തിന് പറയാം ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിൽ നമ്മൾ കേട്ടത്. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആ മുള്ളും കൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട ഒന്ന് ഡോക്ടറെ പോയി നോക്കണം, അല്ലെങ്കിൽ ഡോക്ടറെ അടിച്ചിങ്ങനെ പലതരം കാര്യങ്ങൾ നോക്കാം. എന്നാൽ 2 ദിവസമായി. എന്നാലും നിഷ്കളങ്ക ഹൃദയത്തോടെ ആ വെഞ്ചിരിച്ച എണ്ണയിൽ ഒരു ദൈവിക ശക്തിയുണ്ട് എന്ന ബോധ്യത്തോടെ ആ സഹോദരി പ്രവർത്തിച്ച് ദൈവം അവൾക്കൊരു പരിചയമായി, ദൈവം അവൾക്കൊരു താങ്ങായി, ദൈവം അവൾക്കൊരു തണലായി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ വചന ശുശ്രൂഷകൾ സംബന്ധിക്കാൻ ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഹൃദയ നിഷ്കളങ്കതയോടെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഇതാ ആ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് ഈ അനുഭവ സാക്ഷ്യം നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഈ സമയത്ത് നമുക്ക് എളുപ്പപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാം.
എഴുന്നേറ്റ് നിന്ന് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ ബലിപീഠത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട്, മനസ്സുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട്, ബഹുമാനപ്പെട്ട സേവർ വട്ടച്ചൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു നിഷ്കളങ്ക ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ, നിഷ്കളങ്ക വിശ്വാസം നൽകണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഒരു കൊച്ചു കുഞ്ഞിന് അമ്മയിലും അപ്പയിലുമുള്ള വിശ്വാസം എന്നതുപോലെ പിതാവായ ദൈവത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ നിഷ്കളങ്കതയോടെ വിശ്വസിക്കാനും ആശ്രയിക്കാനും തക്കവിധം ഞങ്ങളെ ഹൃദയത്തെ മാംസമാക്കണമേ കർത്താവേ. പലവിധ കാര്യങ്ങളിൽ, പലവിധ കാലങ്ങളിൽ, പലവിധ കാര്യങ്ങളിലൂടെ കടന്നു പോയത് വഴി ഞങ്ങളെ ഹൃദയം കുറച്ചൊക്കെ കഠിനമായി കർത്താവേ. ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ സ്തുതിക്കാൻ പറ്റുന്നില്ല. പണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, യേശുവേന്ന് വിളിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറയായിരുന്നു. എന്നാൽ ദൈവമേ, ഇപ്പോൾ എൻ്റെ ഹൃദയം കഠിനമായി, ഒരു നിഷ്കളങ്കത മാറി കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്കൊരു നിഷ്കളങ്ക ഹൃദയം നൽകണമേ, ഒരു പുതിയ ഹൃദയം നൽകണമേ, ഒരു ലളിത വിശ്വാസം നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല 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 ഹല. ഓ ദൈവമേ, കഠിനമായി പാലിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പം മാംസളമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓ ദൈവമേ, നെൽപ്പാടം ഉഴുത് മറിക്കുന്നത് പോലെ, കണ്ട ഉഴുത് മറിക്കുന്നത് പോലെ ഹൃദയത്തെ ഉഴുത് മറിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമാന്ന് വിത്ത് പാകുക തക്കവിധം കർത്താവ് ഹൃദയം ഉഴുത് മറിച്ച് ഒരു നിഷ്കളങ്കത ഹൃദയത്തിന് അഭിഷേകം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ ഒരു നിഷ്കളങ്ക വിശ്വാസത്തോടെ തുറവിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തിൽ നിന്ന് തടയുന്ന ദൈവം. പാപം ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. ആ ദൈവത്തെക്കുറിച്ചാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പോണത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുലിഖിതം വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു ചെറിയ പാപം പോലും ചെയ്യാനുള്ള അനുവാദം കർത്താവ് കൊടുത്തിട്ടില്ല. പാപം ചെയ്യാൻ ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മുടെ ആത്മാവിനെ പാപമില്ലാതെ വിശുദ്ധിയിൽ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അതിന് കാരണം എന്താണെന്ന് യാക്കോബ് ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുലിഖിതം, യാക്കോബ് 4:5. അവിടെ വചനം പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്രത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ആത്മാവ് നമ്മുടെ മരണശേഷം കർത്താവിൽ എത്തിച്ചേരേണ്ടതാണ്, കർത്താവിനോട് ചേരേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആത്മാവിൻ്റെ തിരിച്ചുവരവ്, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള തിരിച്ചുവരവ് ദൈവം ആകാംക്ഷയോടെ സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് വാസ്തവത്തിൽ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, പാപം ചെയ്യുന്നത് സഹോദരങ്ങൾക്കെതിരെയാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വന്നു ഭവിക്കുന്നത് ദൈവത്തിനെതിരെയാണ്. ഓരോ പാപവും ദൈവത്തിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങളിലാണ്. ഉൽപ്പത്തി 6:5-6. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും
അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ സൃഷ്ടി കഴിഞ്ഞ് അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിൽ പാപം പെരുകി തുടങ്ങിയപ്പോൾ അവൻ്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതാണെന്ന് ദൈവം കണ്ടപ്പോൾ അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി വേറൊരു കുട്ടിയുമായിട്ട് ഗുസ്തി പിടിച്ച് അല്ലെങ്കിൽ അടിച്ചവൻ്റെ തല പൊടിച്ച് വിചാരിക്കുക. ഇത് ആരെയാണ് വേദനിപ്പിക്കുന്നത്? അങ്ങനെ ചെയ്ത കുട്ടിയുടെ മാതാപിതാക്കൾ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ആ കുട്ടി മറ്റേ കുട്ടിയാണ് വേദനിപ്പിച്ചെന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആ കുട്ടി മറ്റേ കുട്ടി ഉപദ്രവിച്ച ആ തെറ്റ് ഈ ഉപദ്രവിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പാപം മറ്റുള്ളവർക്കെതിരെയാണ് ചെയ്യുന്നതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു തിരുവചനഭാഗമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അതായത് നമ്മുടെ പൗലോസ് ആകുന്നതിന് മുമ്പ് സാവൂള് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ദൈവം കുതിരപ്പെടുത്തുന്ന അവനെ ഉന്തി താഴെയിട്ടിട്ട് അവനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിന് കർത്താവിനോട് പൗലോസ് പറഞ്ഞ ചില മറുപടികളുമുണ്ട്. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ സാവൂള് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് പീഡിപ്പിച്ചതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തെയാണ് വേദനിപ്പിച്ചത്. ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് വേദനിപ്പിച്ചത്. ദൈവത്തെയാണ് പീഡിപ്പിച്ചത്. അതുകൊണ്ടാണ് കോരിന്തോസ് ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 1 കോരിന്തോസ് 8:12 അതിന് ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. സഹോദരനെതിരായി പ്രവർത്തിക്കുമ്പോൾ, അവർക്ക് ദുർമാതൃ കൊടുക്കുമ്പോൾ, അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഇത് സഹോദരങ്ങൾക്കെതിരെ അല്ല ചെയ്യുന്നത്. കാരണം എല്ലാ പാപവും ദൈവത്തിനെതിരായിട്ടാണ്. എല്ലാ പാപവും ദൈവത്തെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ 51-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ, സങ്കീർത്തനം 51:4 ദാവീദ് ഒരു പ്രത്യേക തരത്തിലുള്ള പാപത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നുപോയിട്ട് ആ അനുതാപ പ്രാർത്ഥനയിൽ ദാവീദ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. 51-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ തിരുലിഖിതം: അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു എന്നാണ് വചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പാപം അങ്ങേയറ്റം ദൈവത്തിന്റെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുലിഖിതം, ഉൽപ്പത്തി 39:9, അവിടെ പൂർവ്വ ജോസഫിനെ പൊത്തിഫാറിന്റെ ഭാര്യ പാപം ചെയ്യിക്കാൻ വേണ്ടി പ്രലോഭിക്കുന്നുണ്ട്. അങ്ങനെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ പൂർവ്വ ജോസഫ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പറയുന്ന ഒരു സെന്റൻസ് ഇപ്രകാരമാണ്. അതാണ് ഉൽപ്പത്തി 39:9: ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരായി പാപം ചെയ്യുക? അതായത് പൊത്തിഫാറിന്റെ ഭാര്യയുമായിട്ട് പാപം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിനെതിരെയാണ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 സാമുവേൽ 15-ാമത്തെ അധ്യായത്തില് സാവൂള് കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സാമുവേലിനോട് പറയുന്നത് എങ്ങനെയാണ്? സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു, സാവൂളിനെ രാജാവാക്കിയതിനോർത്ത് ഞാൻ വേദനിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വിലാപമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാപം എല്ലാം ദൈവത്തിന് മാത്രം എതിരായിട്ടാണ്. ആർക്കെതിരെ പാപം ചെയ്താലും. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? മനുഷ്യൻ പാപത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ ദൈവം വന്നിട്ട് ഓരോ വ്യക്തിയെ പാപത്തിൽ നിന്ന് തടയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ വേദന തോന്നിയിട്ട് ദൈവം വന്നിട്ട് പാപം ചെയ്യാൻ പോകുന്ന പൈതലിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഒരു കുഞ്ഞ്
അപകടത്തിലേക്ക് നടന്ന് നീങ്ങുന്ന പോകുമ്പോൾ അപ്പൻ അമ്മ പുറകെ പോയി ഓടിപ്പോയി അതിനെ തടഞ്ഞു വാരിയെടുക്കുന്നത് പോലെ ദൈവം പാപം ചെയ്യാൻ പോകുന്ന ദൈവ പൈതലിന്റെ പുറകെ നടന്ന് അവനെ തടയുന്നതായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി 20:6. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ, അബിമേലെക്ക് രാജാവ് അബ്രാഹത്തിന്റെ ഭാര്യയായ സാറായിയെ അബ്രാഹത്തിന്റെ പെങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് അവളോടൊത്ത് പാപം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവം രാത്രി സ്വപ്നത്തിൽ അബിമേലെക്ക് രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ദൈവം അവനെ പ്രത്യേക വിധത്തിൽ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരുന്ന ആ കാര്യം ഉൽപ്പത്തി 20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കെതിരായി പാപം ചെയ്യുന്ന ഞാനാണ് നിന്നെ തടഞ്ഞത്. ഓരോ പാപവും ദൈവത്തിനെതിരെയാണ്. അതുകൊണ്ട് ദൈവം തന്നെ അവനെ പാപം ചെയ്യുന്ന തടയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു വ്യക്തി പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ തടയല് പോലും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഒരു വ്യക്തി പാപം ചെയ്യാൻ പോണത്. ഇതിനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തെ 19-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുലിഖിതത്തിലാണ് അത് കാണുന്നത്. ലോത്തും ഭാര്യയും അവരും നിഷ്കളങ്ക ഹൃദയരാണ്. അങ്ങനെ അവർ ജീവിക്കുന്ന സമയത്ത് ആ സോദോം ഗൊമോറയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പാപത്തിന്റെ ദേശത്ത് അവർ വസിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം എന്നറിയാമോ? അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അവർ പോകാൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആ പാപം അധിവസിക്കുന്ന നഗരത്തിൽ നിന്ന് ലോത്തിനെയും അവന്റെ ഭാര്യയെയും ദൈവം ഒരമ്മ കുഞ്ഞിന്റെ കൈക്ക് പിടിക്കുന്നത് പോലെ കൈക്ക് പിടിച്ച് നഗരത്തിന്റെ വെളിയിലേക്ക്, അതായത് പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു പാപത്തിൽ വീണെന്ന് അമ്മ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? ദൈവത്തിന് ഒരുപാട് വേദനയുണ്ട്. എല്ലാ പാപവും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അത് മാത്രമല്ല, മനുഷ്യ പാപം ചെയ്യുന്നത് തടയുന്ന ദൈവത്തിന്റെ കൈ തെറ്റിത്തെറിപ്പിച്ചിട്ടും കൂടിയാണ് ഒരു മനുഷ്യൻ പാപത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ വളരെ എളുപ്പമാർഗമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ സഹായം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സംഗതികൾ ബൈബിലുണ്ട്. ആ ബാലാബലം സംഭവം ഓർത്ത് നോക്കിയേ. അവിടെ അതായത് ഇസ്രായേൽ ജനത്തിനെതിരെ ശാപവാക്കുകൾ ചൊരിയാൻ വേണ്ടി പ്രവാചകനെ കൊണ്ടുവരുമ്പോൾ ഒരു കഴുതയുടെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഒരു കഴുതയായി വന്ന് അവനെ അങ്ങോട്ട് പോകുന്ന തടയാണ്. കഴിഞ്ഞ നാളുകൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു പ്രത്യേക പാപപ്രവൃത്തിക്ക് പോകുമ്പോൾ എൻ്റെ ബൈക്കിന് ചെറിയൊരു അപകടം ഉണ്ടായി. ആ അപകടം ദൈവം എന്നെ തടഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ അന്ന് പോയി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാപത്തിൽ ചെന്ന് ചാടുമാരെന്ന് ഒരു ചെറുപ്പക്കാരൻ ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പലവിധ സാഹചര്യങ്ങളിലൂടെ, പലവിധ വ്യക്തികളിലൂടെ, ചിലപ്പോൾ മനസാക്ഷികളിലൂടെ, ചില താക്കീതുകളിലൂടെ, തടസ്സങ്ങളിലൂടെ, മുന്നറിയിപ്പുകളിലൂടെ എല്ലാം ദൈവം നമ്മൾ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് തടയുന്നുണ്ട്. അതുകൊണ്ട് ഈ തടയുന്ന ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒരുപാട് പാപങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ വെളിപ്പെടുത്തി നമ്മൾ കിട്ടുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. അങ്ങനെ പാപത്തിൽ വീഴാൻ പോകുമ്പോൾ പോലും ദൈവം നമ്മളെ കൈ പിടിച്ച് രക്ഷിക്കും. അതുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ തടയുന്ന ദൈവത്തിൻ്റെ സഹായം നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള മറ്റൊരു വെളിപ്പെടുത്തലുണ്ട്. അത് നമ്മൾ കാണുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 14-15 തിരുവചനങ്ങൾ. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് വേഗം അവനെ രക്ഷിച്ചു. അതാണ് സങ്കീർത്തനം 103:12.
കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്ര അകലത്തിൽ പാപത്തെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 103:12 വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. അതുകൊണ്ട് ദൈവം പലവിധ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, താക്കീതുകൾ നൽകുന്നുണ്ട്, ചൂണ്ടുപാലുകളുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 12:2, മനുഷ്യന്റെ പാപങ്ങൾ ഏവയെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, മർക്കോസ് 14:18, അവിടെ അപ്പസ്തോലന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകി. ഇതാ, ഈ കൂട്ടത്തിരിക്കുന്ന ഒരാള് എന്നെ ഒറ്റിക്കൊടുക്കും. അത് യൂദാസിന്റെ മുന്നറിയിപ്പായിരുന്നു. പാപത്തൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെ യൂദാസ് മുന്നോട്ട് പോയത് കൊണ്ടല്ലേ പാപത്തിന്റെ അവസ്ഥ സംജാതമായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു തിരുവചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മത്തായി 26:34, ഈ അപ്പസ്തോലന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്ത പത്രോസിന്, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തന്നെ പറയും. അത് കർത്താവ് പത്രോസിന് ഒരു മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ തടയാൻ മനസാക്ഷിയിലൂടെ, വ്യക്തികളിലൂടെ, മുന്നറിയിപ്പുകളിലൂടെ, താക്കീതുകളിലൂടെ, തടസ്സങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ തടയുന്ന ദൈവത്തിന്റെ കൈ തട്ടിമാറ്റി നീ പാപത്തിലേക്ക് പോകരുത്. അത് ദൈവത്തെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ആത്മീയ സത്യമുണ്ട്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം ചെയ്യാൻ പോകുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് തടയുക. അതുകൊണ്ട് നീ ഈ ലോകത്തിൽ നിന്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും വ്യക്തി പാപത്തിലേക്ക് പോകുമ്പോൾ നീ അവനെ തടഞ്ഞാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവ പൈതലായിട്ട് നീ രൂപാന്തരപ്പെടും. അത് ദൈവത്തിന് വളരെ ഏറെ പ്രീതിജനകമായ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കാണുന്നത് പ്രഭാഷകൻ 46:7. അവിടെ യെഫുന്നയുടെ മകനായ ഫിനഹാസ് എന്ന് പറയുന്ന വ്യക്തി ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പിറുപിറുപ്പ് നിർത്തി ദൈവത്തിൻ്റെ സന്നിൽ പ്രീതിജനകമായി പ്രവർത്തിച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 തിരുവചനങ്ങൾ. യാക്കോബ് 5:19-20, എൻ്റെ സഹോദരരെ, നിങ്ങൾ ഒരാൾ സത്യത്തിന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നവെങ്കിൽ അവൻ പാപിയെ തെറ്റായ മാർഗ്ഗത്തിൽ പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവൻ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാപം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോണത് തടയുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കാൻ കൃപ. മൂന്നാമത് അനേകരെ പാപത്തിന് പിന്തിരിപ്പിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി വാങ്ങാനുള്ള ഒരു കൃപ. അതിനുവേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ, ഉണർവോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഈ ഒരു ബോധ്യം, ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന, തടയുന്ന ദൈവത്തെ കാണാൻ തക്കത് ഉൾക്കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ദൈവമേ, അനേകം ആൾക്കാരെ പാപത്തിന് പിന്തിരിപ്പിച്ച് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന അഭിഷേകം തുറക്കണമേ കർത്താവേ. ആരാധന. ഓരോ പാപം ചെയ്യുമ്പോഴും ദൈവമേ, അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു, അങ്ങേ മാത്രം വേദനിപ്പിക്കുന്നു. തിരിച്ചറിയാൻ ഉൾക്കണ്ണ് തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ലേഖനത്തിൽ വചനം നൽകുന്നൊരു സൂചനയുണ്ട്. നീ വീണ്ടും പാപം ചെയ്യുമ്പോൾ ദൈവപുത്രനെ വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു.
കർത്താവിൻ്റെ പക്കലേക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവ്, ഞങ്ങളുടെ പാപപ്രവണതകളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, ബന്ധനത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പാപത്തിൻ്റെ ചെളിക്കൊണ്ട് കിടക്കുന്ന ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മാംശം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പാപത്തിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞ് അനുദപിച്ച് തിരിച്ചു വരുവാൻ തക്കുന്ന കൃപ നൽകണമേ. വേദനിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പല വിധത്തിലുള്ള രോഗം, ശാപം, പലതരത്തിലുള്ള ദുർദർശങ്ങൾ, കർത്താവ്, തടസ്സങ്ങൾ, ഈ മേഖലയിലുള്ള എല്ലാ കെട്ടുപാടുകളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർദർശങ്ങൾ വിട്ടുമാറി പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.